ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പല്ലവി എം തോമസ്, അലസ ഡെന്റൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഏവർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഡോക്ടർ ഞാൻ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്? സ്മൈൽ ഇസ് വേൾഡ്സ് ബെസ്റ്റ് ജ്വല്ലറി. അത് നേടിയെടുക്കുവാൻ വേണ്ടി 2 നേരം 2 മിനിറ്റോളം നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത്? ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടാണോ, വെർട്ടിക്കൽ ആയിട്ടാണോ, സർക്കുലർ ആയിട്ടാണോ? എന്നാൽ ഇതൊന്നുമല്ല കറക്റ്റ് ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്. അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡിഫൈഡ് ബാസ് ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് പല്ലുകൾക്കാണ്. 3 പല്ലുകളാണ് അറ്റ് എ ടൈം നമ്മൾ ഫോക്കസ് കൊടുത്ത് ബ്രഷ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ബ്രഷിന്റെ ബ്രിസിൽസ് 45 ഡിഗ്രിയിൽ പല്ല് മോണെ ചേരുന്ന ഈ ഒരു സ്ഥലത്ത് വെക്കുകയും വൈബ്രേറ്ററി സ്ട്രോക്സ് കൊടുത്തതിന് ശേഷം സ്വീപ്പിംഗ് മോഷൻ എങ്ങോട്ട്, ഈ ഒരു ഒക്ലൂസൽ പ്ലെയിൻ ശവയ്ക്കുന്ന പ്രതലത്തിലോട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ അടുത്ത 3 പല്ലുകൾ വൈബ്രേറ്ററി സ്ട്രോക്സ് കൊടുക്കുക, അതിനുശേഷം സ്വീപ്പിംഗ് മോഷൻ ഒക്ലൂസൽ പ്ലെയിനിൽ കൊടുക്കുക. അങ്ങനെ എല്ലാ പല്ലുകളും നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം അകത്ത പല്ലും അതേപോലെ 45 ഡിഗ്രിയിൽ വൈബ്രേറ്ററി സ്ട്രോക്സ് കൊടുത്തിട്ട് മുന്നിലോട്ട് സ്വീപ്പിംഗ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ലാസ്റ്റ് പോസ്റ്റീരിയർ മോസ്റ്റ് പല്ലുകളുടെ അകത്ത് പിറ്റ്സ് ആൻഡ് ഫിഷസ്, അതായത് കുടികളും വരകളും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ആഹാര പദാർത്ഥങ്ങളൊക്കെ അതിൽ അടിഞ്ഞിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ അതിന് പ്രത്യേക രീതിയിൽ ക്ലീനിങ് ചെയ്യാൻ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ ഫേം ടു മോഡറേറ്റ് പ്രഷറിൽ നമ്മുടെ ബ്രഷിന്റെ ബ്രിസിൽസ് ബ്രഷ് ചെയ്യുകയും അതിനുശേഷം സ്വിപ്പിംഗ് മോഷൻ കൊടുത്ത് അവിടെ ക്ലീൻ ചെയ്യേണ്ടതുമാണ്. ഇതാണ് മോഡിഫൈഡ് ബാസ് ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.